Good morning. Our first topic is singularity. It is a point where the function is not analytic. ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി ഓർ സിംഗുലർ പോയിന്റ് എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി? എ പോയിന്റ് z is equal to a is said to be an isolated singularity of f of z if first condition f of z is not analytic at z is equal to a, and the second condition there exists a neighborhood of z is equal to a containing no other singularities. നമ്മൾ സിംഗുലർ പോയിൻറ്റ്സ് ഡിനോട്ട് ചെയ്യുന്ന ഇസഡ് മൈനസ് എ എന്നാണ് ഒരു ഫംഗ്ഷനിൽ. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലാസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കേസിൽ കണ്ടതാണ്. ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ സിംഗുലർ പോയിൻറ്റ്സിനെ കാണിച്ചിരിക്കും. അതായത് ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി അങ്ങനെയൊക്കെയുള്ള ടേം ആയിട്ടാണ് നമ്മൾ സിംഗുലർ പോയിൻറ്റിനെ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ കാണുന്ന ആ സിംഗുലാരിറ്റി ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആയിരിക്കണമെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിൽ ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞ ഫോമാറ്റിലാണെന്ന് വിചാരിക്കുക. അത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആയിരിക്കണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കണ്ടീഷനാണ് ഇസഡ് ഇസ് ഈക്വൽ ടു എയിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. ദെൻ രണ്ടാമത്തെ കണ്ടീഷനാണ് ഇസഡ് ഇസ് ഈക്വൽ ടു എ ഓർ എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് നെയ്ബർഹുഡായിട്ട്, അതിനെ തൊട്ടടുത്തായിട്ട് വേറെ സിംഗുലാരിറ്റീസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സിംഗുലാരിറ്റിന് നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ദെൻ വാട്ട് ഈസ് എസെൻഷ്യൽ സിംഗുലാരിറ്റി? ഇഫ് എ ലോറൻസ് സീരീസ് അബൌട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എ ഓഫ് എഫ് ഓഫ് ഇസഡ് ഹാസ് എ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് then it is known as an essential singularity. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തതായിട്ടുള്ളൂ. ഇനി ഒരു സിംഗുലാരിറ്റി നമ്മൾ എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഉണ്ടല്ലേ, ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് പവേഴ്സ് മീൻസ് ഡിനോമിനേറ്ററിൽ ഇസഡ് വരുന്ന ടേമുകൾ, നമുക്കറിയാം ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ പോസിറ്റീവ് പവേഴ്സും ഉണ്ട് നെഗറ്റീവ് പവേഴ്സും ഉണ്ട്. സോ അതിൽ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ആ എക്സ്പാൻഷൻ്റെ ടേമിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സിംഗുലാരിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 1/z. അതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെ വരും നോക്കുക. 1 + ഇപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഫോർമാറ്റിലല്ലേ വരുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് 1/z ആണ്. അപ്പോൾ എക്സ്പാൻഷൻ എഴുതുമ്പം 1 + 1/z/1 ഫാക്ടോറിയൽ പ്ലസ് 1/z the whole square divided by 2 factorial plus 1/z the whole cube divided by 3 factorial plus etc. എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് വരുന്നത്. സോ ഇത് ഇൻഫൈനൈറ്റ് ടേംസ് ആണ് വരുന്നത്. ഇവിടെ നോക്കുക, ഇസഡിൻ്റെ ഡിനോമിനേറ്ററിലാണ് ഇസഡ് വരുന്നത്. സോ നെഗറ്റീവ് പവറാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ഇത് 1 വെയിറ്റേനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേറ്റഡ് ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി? ഒരു എക്സാമ്പിളും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 എക്സാമ്പിൾസ്, അത് രണ്ടും പഠിച്ച് വെക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും കൂടെ നോക്കി വെക്കുക. ദെൻ വാട്ട് ഈസ് മെൻ ബൈ പോൾ? ഒരു ചെറിയ ഡെഫിനേഷനാണ്. ഇഫ് എ ലോറൻസ് സീരീസ് അബൌട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു എ ഓഫ് എഫ് ഓഫ് ഇസഡ് ഹാസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ പോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു എയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് പോള്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയുടെ 2 ഡിവിഷൻസ് ആണ് എസെൻഷ്യൽ സിംഗുലാരിറ്റിയും അതുപോലെ തന്നെ പോളും. അപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. എസെൻഷ്യലിൽ ഇൻഫൈനൈറ്റ് നമ്പർ നെഗറ്റീവ് പവേഴ്സ് ഉണ്ട്, പോളിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് പവേഴ്സേ ഉണ്ടാവുകയുള്ളൂ.
അതിനൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആവും. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക നമ്മുടെ ഫംഗ്ഷൻ. സോ ഇതിനെ ഇ റേസ് ടു ഇസഡിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 + ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ് ക്യൂബ്. നോക്കുക, ഓരോ ടേം 1 ഇസഡ് ക്യൂബ് പ്ലസ് 1 ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഇസഡ് ഇൻറ്റു 2 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത ടൈം എങ്ങനെ വരും നോക്കി? 1/3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് ബൈ 4 ഫാക്ടോറിയൽ. അങ്ങനെയാണ് നമ്മൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. സോ ഇവിടുത്തെ ഈ 3 ടേമിൽ മാത്രമല്ല ഡിനോമിനേറ്ററിൽ ഇസഡ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇനി നമുക്ക് ന്യൂമറേറ്ററിലേക്ക് മാത്രമേ ഇസഡ് വരുള്ളൂ, ഡിനോമിനേറ്ററിൽ ഇസഡ് കാണില്ല. സോ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിലാണ് നെഗറ്റീവ് പവേഴ്സ് വരുന്നത്, ഈ ടേമിൽ, പിന്നെ എല്ലാം പോസിറ്റീവ് പവേഴ്സാണ് വരുന്നത്. സോ ഫംഗ്ഷൻ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് ക്യൂബ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോൾ. ദെൻ നമുക്ക് പോള്, സിമ്പിൾ പോളുണ്ട്, പോൾ ഓഫ് ഓർഡർ 1 ഉണ്ട്, പോൾ ഓഫ് ഓർഡർ 2 ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. സിമ്പിൾ പോൾ തന്നെയാണ് പോൾ ഓഫ് ഓർഡർ 1. അപ്പോൾ ഈ പോളിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജനറലായിട്ട് ഒരു ചെറിയ എക്സാമ്പിളാണ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/z - a ഇൻറ്റു z - b ദ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ഒരു കോമൺ ഫോർമാറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. അതായത് അവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ഏതൊക്കെ ടേമാണ്? z - a ഉണ്ട്, z - b ദ ഹോൾ സ്ക്വയറും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിനോമിനേറ്ററിനെ 0യോട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് സിംഗുലാർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, z - a ഇൻറ്റു z - b ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് z ഇസ് ഈക്വൽ ടു a ആൻഡ് z ഇസ് ഈക്വൽ ടു b. ദെൻ ഇത് നോക്കുക, z - a എന്ന് പറഞ്ഞ ടേമിൽ z ഇസ് ഈക്വൽ ടു a നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ പോൾ. ദാറ്റ് ഈസ് ഇതിന് z - a ദ ഹോൾ റേസ് ടു 1 എന്നല്ലേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ പോൾ ഓർ പോൾ ഓഫ് ഓർഡർ 1. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോളിനെ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് നോക്കി, z - b ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ z ഇസ് ഈക്വൽ ടു b ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പോൾ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ സിംഗുലാർ പോയിൻറ്റിൻ്റെ പവർ എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിന് പോൾ ഓഫ് ഓർഡർ 1 ആണോ പോൾ ഓഫ് ഓർഡർ 2 ആണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതിൽ നോക്കുക, z - a എന്നാണെങ്കിൽ ഇവിടെ സിമ്പിൾ പോൾ എന്ന് എഴുതുക, z - b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 2, ഇവിടെ ക്യൂബ് ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 3, അങ്ങനെ. അപ്പോൾ അതാണ് പോൾ എന്ന് പറഞ്ഞ ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പോൾസ് ആൻഡ് റെസിഡ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആക്ച്വലി ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ റെസിഡ്യൂവും പോളും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഏത് രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല എന്താണ്? എഫ് ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2πi ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ്. ഓർ നമ്മൾ ഫസ്റ്റ് പവറിൻ്റെ എടുത്താൽ അതെങ്ങനെയാണ്? 2πi ഇൻറ്റു എഫ് ഓഫ് എ ആണ്. എന്തിൻ്റെ ആൻസർ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ റേസ് ടു 1 ഡി ഇസഡ് എന്നാണെങ്കിൽ. അപ്പോൾ നോക്കുക, ഈ ഒരു ഇത് പോൾ ഓഫ് ഓർഡർ 1 ആണ്, ഓർ സിമ്പിൾ പോളാണ്. അതിൻ്റെ ആൻസർ നമ്മൾ 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്ന് എഴുതി. അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും? 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. എന്തിൻ്റെ ആൻസർ? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിൽ പോളിൻ്റെ വാല്യൂ എത്ര, ഇസഡ് ഇസ് ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം എഫ് ഡാഷ് ഓഫ് എ കിട്ടും. ദെൻ അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓർ ഇതിൽ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു മെത്തേഡാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരു സിംഗിൾ വാല്യൂ മാത്രമേ ഉള്ളെങ്കിൽ ഒരു ടേം മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മളിങ്ങനെ എഴുതി. ഇനി നമ്മളിവിടെ 2 ടേം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയേ. അതായത് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി എന്നായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തു? 2πi ഇൻറ്റു
എഫ് ഓഫ് A1 പ്ലസ് എഫ് ഓഫ് A2 ഇങ്ങനെയല്ല നമ്മൾ ചെയ്തത്. അപ്പം ആദ്യം ഓർക്കേണ്ട കാര്യം ഇത് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ കോമൺ ഇക്വേഷൻ 2πi ഇൻറ്റു എഫ് ഓഫ് എ, അത് സ്ക്വയർ ആണെങ്കിൽ 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. ഇനി ഒന്നിൽ കൂടുതൽ ടേം വന്നാൽ എന്ത് ചെയ്യണം? 2πi ഇൻറ്റു എഫ് ഓഫ് A1 പ്ലസ് എഫ് ഓഫ് A2 നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ രീതിയിൽ പ്രോബ്ലം. ആക്ച്വലി ഇത് തന്നെയാണ് എന്ത് നമ്മുടെ കോഷീസ് റെസിഡ്യൂ തിയറം പറയണത്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ സിംഗുലാർ പോയിൻറ്റ്സ് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി ഏതാണ്? കോഷീസ് റെസിഡ്യൂ തിയറമാണ്. അപ്പോൾ നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറത്തിന് നമ്മുടെ ആൻസർ എങ്ങനെയായിരുന്നു? 2πi ഇൻറ്റു സമ്മേഷൻ ആർ. ഇതായിരുന്നു നമ്മുടെ കോഷീസ് റെസിഡ്യൂ തിയറം പറഞ്ഞത്. ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2πi ഇൻറ്റു സം ഓഫ് ആർ. അപ്പോൾ നോക്കുക, 2πi ഇൻറ്റു ആ സം ഓഫ് ആർ ആണ് എന്ത്? ഇത് എഫ് ഓഫ് A1 പ്ലസ് എഫ് ഓഫ് A2. അപ്പോൾ ഇതെന്താണ്? A1 എന്ന് പറഞ്ഞ പോയിന്റിലെ റെസിഡ്യൂ ആണ് എഫ് ഓഫ് A1. ഇത് A2 എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് എഫ് ഓഫ് A2. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും? സമ്മേഷൻ ആർ. ഇനി ഇത് കൂടുതൽ പോയിന്റ്സ് ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നെങ്കിലോ, ഇസഡ് മൈനസ് സിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, എഫ് ഓഫ് A1 പ്ലസ് എഫ് ഓഫ് A2 പ്ലസ് എഫ് ഓഫ് A3 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമുക്ക് പോളും റെസിഡ്യൂ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? പോൾ എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. സോ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ. ഇനി റെസിഡ്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഫംഗ്ഷന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏതാണോ അതാണ് ഇവിടുത്തെ എഫ് ഓഫ് എ. അതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ. മനസ്സിലായല്ലോ? ഇനി നമുക്കിവിടെ ഒരു ടേമും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇസഡ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്നാണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഇസ് ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2. ദെൻ എഫ് ഓഫ് A1 ഓർ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് A2 ഓർ എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. അതായത് ഡെറിവേറ്റീവും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. എഫ് ഓഫ് A2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇനി ഇത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സെയിം മെത്തേഡ്, അതായത് റീജിയനൊക്കെ തന്നിട്ടുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ റീജിയനിൽ നമുക്ക് കിട്ടിയ 1ഉം 2ഉം ആണ് ഇവിടുത്തെ പോയിൻ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീജിയന് ഇവിടെ 3 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 3 വരെ ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം ഒക്കെ ഇതിൻ്റെ ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 2πi ഇൻറ്റു എഫ് ഓഫ് A1 പ്ലസ് എഫ് ഓഫ് A2 എന്ന് എഴുതി. ഇനി നമുക്ക് തന്നിരിക്കുന്ന റീജിയനിൽ ഇവിടെ 2 ഇൻക്ലൂഡഡ് അല്ലെന്ന് വിചാരിക്കുക. ഓൺലി ഇസഡ് ഇസ് ഈക്വൽ ടു 1 മാത്രമാണ് ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 2നെ അങ്ങ് കളഞ്ഞിട്ട് 2πi ഇൻറ്റു എഫ് ഓഫ് A1 ഓർ എഫ് ഓഫ് 1 അത് മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സെപ്പറേറ്റ് പോളും റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ 2πi എന്ന് പറഞ്ഞ സംഭവം വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ റെസിഡ്യൂ, അതായത് എഫ് ഓഫ് A1 എത്രയാണ്, എഫ് ഓഫ് A2 എത്രയാണെന്ന് എഴുതുന്നു. ഇനി 2 റെസിഡ്യൂ ഇല്ല, ഒരെണ്ണം മാത്രം, ഒരു ടേം മാത്രമേ ഉള്ളൂങ്കിൽ റെസിഡ്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് A1 അത് എത്രയാണെന്ന് എഴുതുന്നു. 2 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ സമ്മ് ചെയ്ത് സമ്മേഷൻ ആർ ഇസ് ഈക്വൽ ടു സം ഓഫ് റെസിഡ്യൂ ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 2z മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 3 ഇൻറ്റു ഇസഡ് പ്ലസ് 4. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യനിൽ
പോൾ ആൻഡ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ്റഗ്രേറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോൾസ് ഏതൊക്കെയാണെന്നാലും ഓർ സിംഗുലർ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് റീജിയൻ തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ എന്ന് നോക്കുന്നു. ഇൻസൈഡ് ആണെങ്കിൽ ആ ഇൻസൈഡുള്ള പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് f(a1) f(a2) കണ്ടുപിടിക്കുന്നു. 2πi × f(a1) + f(a2) എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ z - 3 × z + 4 = 0. സോ z - 3 = 0 ആൻഡ് z = -4. സോ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, z = 3 ആൻഡ് z = -4. അതാണ് രണ്ട് സിംഗുലാർ പോയിൻറ്റ്സ്. ഇത് നോക്കുക, ഓർഡർ രണ്ടിൻ്റെയും 1 അല്ലേ. സോ 3 and -4, z = 3 and z = -4 are simple pole or pole of order 1. ഇനി പോള് കിട്ടി, ഇനി നമുക്ക് റെസിഡ്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് എഴുതുന്നത്. വെറുതെ f(a1) എന്ന് പറഞ്ഞ് എഴുതുമല്ല ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് f(z) at z = 3. ഇവിടെ റീജിയൻ ഒന്നും തന്നിട്ടില്ല. സോ ഈ രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു 3. അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, കാരണം നമ്മൾ ഇസഡിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ലേ ആൻസർ കിട്ടുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നതിനുള്ളൊരു ഫോർമാറ്റാണെന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതെന്താ വായിക്കുന്നത്, റെസിഡ്യൂ ഓഫ് f(z) at z = 3 = ലിമിറ്റ് z ടെൻസ് ടു 3. എന്താണ്, z ടെൻസ് ടു 3 f(z) ആണ് നമുക്ക് വേണ്ടത്. f(z) നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇവിടെ രണ്ട് ടേം ഉണ്ടെങ്കിൽ അതിൽ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണോ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്ത് ബാക്കിയുള്ളതിനെല്ലാം f(z) ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതൊന്നുകൂടെ ഞാനിവിടെ എടുത്തെഴുതിയില്ല എന്നേ ഉള്ളൂ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാരണം. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 3ക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയി z - 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്, 2z - 3 / z + 4. അപ്പോൾ അവിടെയാണ് ഇസഡിന് എന്ത് കൊടുക്കേണ്ടത്, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 2z - 3 / z + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 3 കൊടുത്തു കഴിയുമ്പോൾ 6 - 3 ഇവിടെ 3 കൊടുക്കുമ്പോൾ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7. ഇനി അടുത്ത ടേമിന് അടുത്ത പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂ ഓഫ് f(z) at z = -4 ലിമിറ്റ് z ടെൻസ് ടു -4. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നോക്കുക, 2z - 3 z - 3 × z + 4 അല്ലേ. അപ്പോൾ z = -4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോള് നമ്മുടെ താഴെ വരും, ഡിനോമിനേറ്ററിൽ വരും. ബാക്കിയുള്ള ഫംഗ്ഷനാണ് f(z). ദാറ്റ് ഈസ് 2z - 3 z - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 - 3 -4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11/7. അപ്പോൾ സം ഓഫ് ഫൈൻഡ് ദ പോൾസ് ആൻഡ് റെസിഡ്യൂസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടിനെ അങ്ങനെ സെപ്പറേറ്റ് തന്നെ എഴുതി. സം ഓഫ് റെസിഡ്യൂ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് പോളും റെസിഡ്യൂ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആയത് ഇൻ്റഗ്രൽ എന്നും പറഞ്ഞാൽ തന്നിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, 2πi × f(a1) + f(a2) അത് തന്നെ. അപ്പോൾ റെസിഡ്യൂവിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതണം. റെസിഡ്യൂ ഓഫ് f(z) at z ടെൻസ് ടു 3, റെസിഡ്യൂ ഓഫ് f(z) at z ടെൻസ് ടു -4. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൂഫ് കണ്ടതാണ്, അതായത് റെസിഡ്യൂ തിയറത്തിൻ്റെ B1 = റെസിഡ്യൂ എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതിയത്. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് പ്രിൻസിപ്പൽ പാർട്ടും ജനറൽ പാർട്ടും ഒക്കെ പറഞ്ഞിട്ട് B1-നാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറഞ്ഞു കൊടുത്തത്. അതെങ്ങനെയായിരുന്നു, ലോറൻസ് സീരീസിൻ്റെ ഒരു പാർട്ടിൽ ബിയുടെ ടേം വരുന്ന പാർട്ടിൽ n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ വാല്യൂ B1-നാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ആ ഒരു രീതി അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂഫിൽ എഴുതുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതൊക്കെ ഇപ്പം ഈ പ്രോബ്ലം ചെയ്ത മെത്തേഡിലാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ B1 = റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/z B1 B2 B3 എക്സെട്ര എന്ന് പറയുന്നത് നെഗറ്റീവ് പവർ അല്ലേ ഇസഡിൻ്റെ. അപ്പോൾ 1/z കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ടേമാണ് റെസിഡ്യൂ. അത് തന്നെയാണ് നമ്മുടെ B1.
അല്ലേ? n=1 എന്ന് പറഞ്ഞു കൊടുക്കുന്നത് B1 ആണ്. അപ്പോൾ ഇവിടുത്തെ 1/z കോഎഫിഷ്യൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പാൻഷൻ ഫോമിലാണ് ഫംഗ്ഷൻ എഴുതുന്നത് എങ്കിൽ. ഇപ്പോൾ ചില കേസിൽ സിമ്പിളായിട്ടുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 1/z ഇൻറ്റു എന്നും പറഞ്ഞ് ഇവിടെ ഒരു ടേം 2/3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിട്ടും. 1/z². അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? റെസിഡ്യൂ ഈസ് 2/3. 1/z കോഎഫിഷ്യൻ്റ് ഏതാണോ അത് തന്നെയാണ് റെസിഡ്യൂ. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കോഷീസ് റെസിഡ്യൂ തിയറത്തിൻ്റെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഫോർമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് റെസിഡ്യൂ തിയറം ചെയ്യുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ്. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ റെസിഡ്യൂ എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് വേറെ രീതിയിലാണെന്ന് മനസ്സിലാക്കരുത്. സെയിം തന്നെയാണ്. എക്സ്പാൻഷനിൽ 1/z കോഎഫിഷ്യൻ്റ് ആണ് നമ്മുടെ റെസിഡ്യൂ. Find the poles and residues of f of z is equal to z into e raised to 2iz divided by z² plus 9. So z² plus 9 is equal to 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z² plus 9 is equal to ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? z plus 3i into z minus 3i. That is z is equal to minus 3i and plus 3i. So ഇത് സിമ്പിൾ പോളാണ്. അപ്പോൾ z is equal to minus 3i plus 3i is എ സിമ്പിൾ പോൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ടായി ക്വസ്റ്റിൻ്റെ. ഇനി എന്ത് ചെയ്യണം? റെസിഡ്യൂ റീജിയൻ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് രണ്ട് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -3i ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു -3i. നോക്കുക ഫംഗ്ഷൻ എങ്ങനെയായി? ഡിനോമിനേറ്ററിൽ ഈ രണ്ട് ടേമാണുള്ളത്. -3i എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് 3iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. സോ ഫംഗ്ഷൻ ബാക്കിയുള്ളത് ഏതാണ്? ഇസഡ് ഇ റേസ് ടു 2iz ഡിവൈഡഡ് ബൈ z മൈനസ് 3i. അതിവിടെ കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇസഡിന് -3i ഇൻറ്റു ഇ റേസ് ടു 2i ഇൻറ്റു -3i. 2i ഇൻറ്റു -3i എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2i ഇൻറ്റു -3i. ഇത് പ്ലസ് ആണ് എഴുതിയിരിക്കുന്നത്. അത് താഴെ തന്നെ നമുക്ക് പ്ലസ് കൊടുക്കാണ്ട്. -3i ആകുമ്പോൾ 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6. പിന്നെ ഇവിടെ i ഇൻറ്റു i, അപ്പോൾ i² വരും. അപ്പോൾ ഈ -3iയുടെ മൈനസും ആ i²ൻ്റെ -1 i² ഈക്വൽ ടു -1ൻ്റെ മൈനസും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പ്ലസ് ആയി. സോ ഇ റേസ് ടു 6 ഡിവൈഡഡ് ബൈ ഇവിടെ -3i കൊടുത്തു, അപ്പോൾ -6i. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 6 ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്ത പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു +3i ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 3i ഇസഡ് ഇ റേസ് ടു 2iz ഡിവൈഡഡ് ബൈ അടുത്ത ടേം ഏതാ? ഇസഡ് പ്ലസ് 3i. അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകുന്ന ഏതാ? താഴത്തേക്ക് ഇതിൻ്റെയും താഴത്തേക്ക് പോകുന്ന ടേം ഏതാണ്? അതായത് ഇസഡ് -3 ആണ് താഴേക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. സോ 3i ഇൻറ്റു ഇ റേസ് ടു 2i ഇൻറ്റു പ്ലസ് 3i ദാറ്റ് ഈസ് മൈനസ്, അതായത് i²ൻ്റെ മൈനസ് വരും. സോ -6 ഡിവൈഡഡ് ബൈ 6i. അപ്പോൾ ഇതൊന്ന് ഒരു നല്ലൊരു ഫോമാറ്റിലേക്ക് നമുക്ക് മാറ്റിയത്. ദാറ്റ് ഈസ് ഇ റേസ് ടു -6 ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് വേണമെങ്കിൽ ഇ റേസ് ടു -6 എന്നുള്ളത് താഴത്തേക്ക് ഇത് മൈനസ് പോകാൻ വേണ്ടിയിട്ട് 1/e⁻6 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് രണ്ട് ആൻസർ കിട്ടി, അതായത് രണ്ട് പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ ഈ രീതിയിലാണ് പോളും റെസിഡ്യൂയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റി, പോള് എന്നുള്ള കാര്യങ്ങൾ വൺ വെയിറ്റിന് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഒരു എക്സാമ്പിളും പഠിച്ചു വെക്കുക. താങ്ക് യു.